കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചയ്ക്കിടെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മരിച്ചു. കൊല്ലം തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM പ്രവർത്തകനുമായ സലീം മണ്ണയിലാണ് മരിച്ചത്. ദമ്പതികളുടെ കുടുംബ പ്രശ്ന ചർച്ചയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇതിന്റെ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംഭവം. ഇപ്പം നീലിമ സൂചിപ്പിച്ചതുപോലെ ഈ തൊടിയൂരുള്ള ഒരു ആണിന്റെ യുവാവിന്റെയും അതേപോലെ കോയിവിളയിലുള്ള ഒരു യുവതിയുടെയും ഇവർ രണ്ടുപേരും ദമ്പതികളാണ്. ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് ഈ പാലോളിക്കുളങ്ങരയിലുള്ള ജമാഅത്ത് ഓഫീസിൽ വെച്ച് വൈകിട്ട് ചർച്ച നടക്കുമ്പോൾ ഇതിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട സന്നേൽ അവിടെ ഇതിലെ ഇടനിലക്കാരനായി നിന്ന് മധ്യസ്ഥം വഹിക്കുകയായിരുന്നു. ഈ സലീം മണ്ണയിൽ ആണ് അതിന് നേതൃത്വം നൽകിയത്. ഇതിനിടെ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അവിടെ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. ഇതിനിടെ കസേര ഈ കോയിവളയിൽ നിന്നെത്തിയവർ തല്ലി തകർത്തു. ഇതിനെ ഈ സലീം മണ്ണയിൽ ചോദ്യം ചെയ്തു. ജമാഅത്തുകൾ തമ്മിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ ശാന്തരാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടെ പുറകിൽ നിന്ന് ഒരാൾ ഈ സലീം മണ്ണലിനെ ചവിട്ടി വീഴ്ത്തി എന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയത്. ഈ വീഴ്ചയിൽ തന്നെ അവിടെ വെച്ച് തന്നെ സലീം മണ്ണലിന്റെ ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇദ്ദേഹത്തെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും അവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നതായി ആശുപത്രിയിൽ അവിടെ ഡോക്ടർമാരും ആ മരണം സ്ഥിരീകരിച്ചു. പിന്നീട് കരുനാഗപ്പള്ളി പോലീസ് എത്തി ദേഹപരിശോധന നടത്തി ഇപ്പോൾ അവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി നാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും. ഇപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി സംഘർഷം ഉണ്ടാക്കിയ ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് ഈ കോയിവിള ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ചവറ പോലീസിന്റെയും ചവറ തെക്കുംപാവം പോലീസിന്റെയും സഹായം തേടിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഊർജിത ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.